വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 20-ാം തിരുവചനം. തങ്ങളോട് പറയപ്പെട്ടതുപോലെ കാണുകയും കേൾക്കുകയും ചെയ്ത സകല കാര്യങ്ങളെയും കുറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും ചെയ്തുകൊണ്ട് ആ ഇടയന്മാർ തിരിച്ചുപോയി. ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ഒരു ഇടയൻ്റെ ഒരു ദിവസത്തെ ജീവിതം അല്ലെങ്കിൽ ഒരു രാത്രിയുടെ ജീവിതമാണ് ഇവിടെ തുറന്ന് കാണിക്കപ്പെടുന്നത്. എന്താണ് ഇടയന്മാർ ചെയ്തത്? ലോകം മുഴുവൻ അന്ധകാരത്തിലായ രാത്രിയിൽ ഇടയന്മാർ തങ്ങളുടെ ഉത്തരവാദിത്വം, തങ്ങളെ ഫലമേൽപ്പിച്ചിരിക്കുന്ന ആടുകൾക്ക് കാവലിരിക്കുന്ന ഇടയന്മാർക്ക് എല്ലാ മനുഷ്യരും ഉറങ്ങുന്ന അവസ്ഥയിൽ സ്വർഗീയ ദർശനങ്ങൾ ഉണ്ടാകുന്നു. മാലാഖമാർ അവരോട് സംസാരിക്കുന്നു, സ്വർഗീയ ഗാനം അവർ കേൾക്കുന്നു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. അവരുടെ ഹൃദയങ്ങളിൽ ആഴത്തിൽ തറച്ച സുവിശേഷമാണത്. സകല ജനത്തിനും വേണ്ടിയുള്ള ഒരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു. പിന്നെ ദൈവസ്തുതിയുടെയും സുവിശേഷത്തിൻ്റെയും ഒരു ലോകത്തേക്ക് രാത്രിയിൽ ഈ ഇടയന്മാർ പ്രവേശിക്കുന്നു. പിന്നീട് കർമ്മബദ്ധമായ ചില മണിക്കൂറുകളാണ് ബാക്കിയുള്ളത്. തങ്ങൾ കണ്ടതും ഹൃദയത്തിൽ ഗ്രഹിച്ചതുമായ ആ രക്ഷയുടെ സന്ദേശത്തിലേക്ക് അവർ തങ്ങളെ തന്നെ യാത്രയാക്കുന്നു. ബെത്ലഹേം വരെ, അപ്പത്തിൻ്റെ ഭവനത്തിലേക്ക്. എവിടെ നിത്യജീവൻ്റെ അപ്പമുണ്ടോ അപ്പം തേടിയുള്ള യാത്ര. ഇതൊരു ആഴമായ ആത്മീയ മനനമാണ്, ദൈവവചനത്തിൻ്റെ മനനമാണ്. വചനത്തിൻ്റെ പിന്നാലെയുള്ള ആത്മീയ യാത്രയാണ്. ശരീരവും മനസ്സുമെല്ലാം രക്ഷകനെ അന്വേഷിക്കുന്ന ഒരു ദൈവ അന്വേഷിയുടെ അവസ്ഥയാണത്. ബെത്ലഹേമിൽ കണ്ടു മറിയത്തോടും യൗസേ പിതാവിനോടും ഒത്ത് പുൽത്തൊട്ടിൽ കിടക്കുന്ന ശിശു. മറിയം പരിശുദ്ധമായ സഭയുടെ പ്രതീകമാണ്. ചാരിത്രശുദ്ധിയുള്ള വിശുദ്ധയായ പരിശുദ്ധിയിൽ വിളങ്ങുന്ന സഭ. യൗസേപ്പാവട്ടെ സഭയ്ക്ക് കാവൽ നിൽക്കുന്ന പൗരുഷത്തിൻ്റെ അല്ലെങ്കിൽ യഥാർത്ഥ പ്രബോധനത്തിൻ്റെ ഒരു കാവല്, സത്യപ്രബോധനത്തിൻ്റെ കാവലിൽ മറിയത്തിൻ്റെ പരിശുദ്ധിയിൽ ഏറ്റവും എളിമയിൽ പുൽത്തൊട്ടിൽ യേശുവിനെ കാണുന്നു. തുടർന്ന് ഈ ആട്ടിടയന്മാർ തങ്ങളുടെ കർമ്മവേദികളിലേക്ക് പോകുന്നു. സകല മനുഷ്യരോടും പുൽക്കൂട്ടിലെ രഹസ്യം പ്രഘോഷിക്കുന്നു. കാലിത്തൊഴുത്തിലെ രഹസ്യം അവർ പ്രഘോഷിക്കുകയാണ്. കാലിത്തൊഴുത്തിലെ രഹസ്യം തിരുസഭയുടെ രഹസ്യമാണത്. സഭയുടെ പ്രതീകമാണ് അവർ കണ്ടത്. പരിശുദ്ധിയിലും സത്യപ്രബോധനത്തിലും ഏറ്റവും എളിമയിലും സഭ എന്നാൽ ദൈവഭവനം. മാതാവും ഈശോയും മാലാഖമാരും സത്യപ്രബോധകരും അടങ്ങുന്ന സഭയുടെ ആ ആന്തരിക അർത്ഥതലത്തിൽ നിന്ന്, ആത്മീയ തലത്തിൽ നിന്നും ഈ കാവൽക്കാര്, ഇടയന്മാര് ലോകത്തിലേക്ക് ഇറങ്ങുന്നു. അവർ കണ്ട സകലരോടും അവരെ വിസ്മയിപ്പിക്കുന്ന സുവിശേഷം പ്രഘോഷിക്കുന്നു. ആ പ്രഘോഷണത്തിൻ്റെ അന്ത്യത്തിൽ വളരെ സന്തോഷത്തോടെ, ആനന്ദത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട്, സ്തുതിച്ചുകൊണ്ട് അവർ തിരിച്ചു പോകുന്നു. ഒരു യഥാർത്ഥ ഇടയൻ്റെ, സഭയിലെ ഒരു ഇടയൻ്റെ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു കർമ്മനിരതമായ ഒരു ഡ്യൂട്ടി ദിനമാണ് ഈ കാണുന്നത്. അവർ കർത്താവിനെ ആത്മീയ തലങ്ങളിൽ, ധ്യാനത്തിൽ, പഠനങ്ങളിൽ, വിശുദ്ധ ലിഖിതങ്ങളിൽ കണ്ടുമുട്ടുന്നു. അവിടെ നിന്നും സത്യപ്രബോധനത്തിനായിട്ട് സമയം കാണുന്നു, ചെലവഴിക്കുന്നു. ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട്, ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അവർ തങ്ങളുടെ യാത്ര തിരിച്ചു പോകുന്നു പിതാവിൻ്റെ സന്നിധിയിലേക്ക്. ഭൂമിയിൽ അവരുടെ ജോലി പൂർത്തിയാക്കി ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിക്കൊണ്ട് തിരിച്ചു പോകുന്നു. ഈ ജീവിതം അല്ലെങ്കിൽ ഈ പറയപ്പെട്ടതായ ഇടയന്മാരുടെ ദൗത്യം നിർബാധം തലമുറകളിലൂടെ കൈമാറ്റപ്പെട്ട് തുടർന്നുകൊണ്ടിരിക്കുന്നു. ഹാവ് എ ബ്ലെസ്ഡ് ഡേ ടു ഓൾ ഓഫ് യു.